ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മളുള്ളത് ഇപ്പം ഇന്ന് നമ്മൾ ഏർവാടിക്ക് പോവുകയാണ് കേട്ടോ. ഒരു ടീമുമായിട്ട് നമ്മൾ ഏർവാടിക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്താ, അവിടുത്തെ ഏർവാടിയുടെ ഉടനീളം നല്ല കാഴ്ചകൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഏർവാടിയിൽ പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. നമ്മൾ 50 നാട്ടുകല്ല് മഖാമിൽ സിയാറത്തിനോടനുബന്ധിച്ച് അതിനുശേഷം നമ്മൾ ഏർവാടിയിലേക്ക് പുറപ്പെടുന്നതാണ്. ഏകദേശം 5 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ അതാ വരും കാഴ്ചകളാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഹാഫിദ് ഉസ്താദ് വരുന്നില്ലല്ലോ. ഉസ്താദിന്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം നാട്ടുകല്ല് മക്കാമിൽ നിന്ന് സിയാറത്ത് പ്രാരംഭം കുറിക്കുകയാണ്. അതിൻ്റെ ഒരു കാഴ്ചയാണ്. അതിനോടനുബന്ധിച്ചിട്ട് ചായ വിതരണമാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രേക്ഷകരെ. അപ്പോൾ വളരെ നല്ല നിലയിലാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മഴയൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നിലയിൽ അവിടെ എത്തി എല്ലാ കർമ്മങ്ങളിലും എല്ലാ പ്രാർത്ഥനാ മജ്‌ലിസിലും ഒരുമിച്ച് നല്ല നിലയിൽ തിരിച്ചു വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ചായ വിതരണമാണ് കേട്ടോ. നമ്മളുടെ ബസ് ഇതാണ്. ഫൈറ്റർ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഓർന്നില്ലേ വെറുതെ പറയുന്നു അല്ലേ. ബദർ മദീനയുടെ സംഘം ഏർവാടിയിലേക്ക് തിരിക്കുകയാണ്. പ്രേക്ഷകരെ, നമ്മള് മണ്ണാർക്കാട് തൊട്ടമ്മല വളവ് ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. ഏർവാടി പുണ്യഭൂമിയിലേക്ക് പോകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. മണ്ണാർക്കാട് നൊട്ടമ്മലയും കടന്നുകൊണ്ട് നമ്മൾ പോവുകയാണ്. മണ്ണാർക്കാട് കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഴ പെയ്തിക്കാണ് കേട്ടോ, പെരും മഴയാണ്. പെരും മഴയാണ് സഹോദരന്മാരെ. അപ്പം നമ്മൾ ഏകദേശം മഗ്‌രിബിയോടടുത്ത സമയം നമ്മൾ അമ്പംകുന്ന് മക്കാമിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഗ്‌രിബി നിസ്കാരം കഴിഞ്ഞ് ഇശായിലേക്ക് ജംആക്കി നമ്മളൊരു ചെറിയ ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പാലക്കാട് മന്നക്കുളം മക്കാമിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം മഗ്‌രിബി ബാങ്ക് കൊടുക്കാൻ സമയമായി. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആവേശത്തോടു കൂടി അമ്പംകുന്നിൻ്റെ മണ്ണിലേക്ക് വന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ അമ്പംകുന്നിൻ്റെ മണ്ണിൽ നിന്ന് കാണുന്നത്. ഇൻഷാ അല്ലാഹ് ചെറിയൊരു നിലയിൽ ദുആയും കഴിഞ്ഞ് മഗ്‌രിബും ഇശാഉം ജംഉം കസ്റുമാക്കിക്കൊണ്ട് നമ്മളിതാ അമ്പംകുന്നിൽ നിന്നും കുറഞ്ഞ സമയം കൊണ്ട് പാലക്കാട് മന്നക്കുളം മക്കാമിലേക്ക് തിരിക്കുകയാണ്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമ്മൾ അമ്പംകുന്ന് വീരാനവലി ഉപ്പാപ്പാൻ്റെ ചാരത്ത് നമ്മളുടെ ബദർ മദീനയുടെ സംഘം സിയാറത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകരെ. അപ്പോൾ അമ്പംകുന്ന് മക്കാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് തന്ന ആഫിയത്ത് നിലനിർത്തണേ
പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ദീനിയായും ദുന്യവിയായും ഉഖ്റവിയായും എല്ലാ വിജയവും ഈ യാത്ര കൊണ്ട് ഞങ്ങൾക്ക് തരണേ റബ്ബേ. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ. അപ്പൊ ദുആക്ക് ശേഷം അമ്പംകുന്ന് വീരാന ഔലിയാപ്പാപ്പയുടെ ബർക്കത്താക്കപ്പെട്ട മരുന്ന് കഞ്ഞി കുടിച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ ബദർ മദീനയുടെ സംഘം ഇതാ ആ ഒരു ബറക്കത്തിന്റെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന, കുടിക്കുന്ന, കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പംകുന്നിന്റെ ആ ഒരു ബറക്കത്താക്കപ്പെട്ട ബറക്കത്ത് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ നമ്മളെ ബദർ മദീനയുടെ സംഘം. ആ കാഴ്ചയാണ് പ്രേക്ഷകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾ കഞ്ഞി കുടിച്ചാണ്. സന്തോഷമായിട്ട് വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ബർക്കത്ത് ഉണ്ടാവും. ആ ബർക്കത്താക്കപ്പെട്ട മരുന്ന് കഞ്ഞി കുടിച്ചാണ് കേട്ടോ എല്ലാവരും. എല്ലാവർക്കും ആ ഒരു സന്തോഷം മനസ്സിൽ കാണുന്നുണ്ട് കേട്ടോ. ഏർവാടിയിലേക്ക് പോകുന്ന ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ച് ആത്മനിർവൃതിയോടുകൂടി പള്ള നിറഞ്ഞ് നമ്മളുടെ ബദർ മദീനയുടെ സംഘം മന്ദം മന്ദം ബസ്സിലേക്ക് കടന്നു പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പാലക്കാട് മന്നക്കുളം ദർഗയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഏകദേശം ആളുകളൊക്കെ കഞ്ഞി കുടിച്ചിട്ടോ. സഹിച്ചു ഇസ്ലാമിനു താഹംദുള്ള മഹാലിമിനും സഖി ചെയ്ത ഭവാൻ ആദരവായ റസൂലുള്ളാഹ് മധുരമണി മമ്പൂരത്തൊരു ചമ്പക പൂത്ത് പൂവില് മണമാലറിയ അഭയസ്ഥാന നബി മറിഞ്ഞ നബി ആദരവായ റസൂലുള്ളാഹി മധുരമണി മമ്പൂരത്തൊരു പൂവിൽ മണമാലേറിയ അലവിവാലിയോ ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول شمس العارفين رسول شيخ الأنبياء روح رسول
ذاكر شاه رسول ആദരവായ റസൂലുള്ളാഹ്. ഒടുവില് പാട്ടും ബൈത്തുമായി കൊണ്ട് നമ്മൾ അമ്പംകുന്ന് മക്കാമിൽ നിന്നും വിട്ട് നമ്മൾ പാലക്കാട് മന്നക്കുളം മഹാന്റെ ചാരത്താണ് ഖാജ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ദർഗാ ഷരീഫിന് മുമ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് പ്രേക്ഷകരെ. അപ്പോൾ ഉസ്താദും ബദർ മദീനയുടെ മണിമുത്തുകളുമാണ് ദർഗയിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഒരു സൈഡിലൊക്കെ നിർത്തിയിട്ട് നല്ല ഭംഗിയായിക്കൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റി നമ്മളിപ്പോൾ മാഷാ അല്ലാ മന്നക്കുളം ഖാജ ഹുസൈൻ തങ്ങളുടെ ദർഗയിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വണ്ടി നോക്കി പോയിട്ടോ, വണ്ടി നോക്കി അപ്പോൾ വണ്ടി നോക്കിപ്പോയി താത്ത, വണ്ടി നോക്കിപ്പോയി. ആ പതുക്കെ അങ്ങനെ പോരട്ടെ. അപ്പോൾ ഖാജ ഹുസൈൻ തങ്ങളുടെ ദർഗയിലേക്കാണ് നമ്മൾ പോകുന്നത്. മന്നക്കുളം മഖാമിൽ സിയാറത്ത് ചെയ്യുന്ന കാഴ്ചയാണ്. حسبي ربي جل الله ما في قلبي غير الله محمد صلى ദൗസിലെ തേറും പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി മർഹബ അല്ലാഹ് മർഹബ മർഹബ അഹ്ലൻ വസഹ്ല യാ റസൂലല്ലാഹ് മർഹബ സവിധം അണയാനാശിച്ച് മനസ്സിൽ മായുന്നില്ലൻ മോഹം സവിധം അണയാനാശിച്ച് മനസ്സിൽ മായുന്നില്ലൻ മോഹം കൗതറിൻ മധുപാനം നാവിൻ നുണയാനും ഒരു ദാഹം അന്ത്യദൂതരെ കാലത്താമന്റെ ജന്മം കൊണ്ടീരുന്നെങ്കിൽ ഞാനിൻ സാഹത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ നൂറൈനി مرحبا الله مرحبا مرحبا أهلا وسهلا يا رسول الله مرحبا الصلاة والسلام عليك يا رسول الله الصلاة عليك يا حبيب الله عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله فأغثني وأجرني يا مجير من السعير يا غياثي يا ملاهي في ملك ما طيور
والسلام عليك يا حبيب الله فاز عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى عليك الوصف الحسين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ليس أزكى منك أصلا أنت يا جد الحسين فعليك الله صلى دائما لم تغور الصلاة والسلام عليك يا رسول الله الصلاة والسلام بالله. അപ്പോൾ ഏകദേശം 12 മണി ആയി നമ്മൾ അമ്പ്രാമ്പാളയം എത്തി നിൽക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് നല്ല ഭക്ഷണം കഴിച്ചു, മൂത്രം കഴിച്ചു, ഉദു ചെയ്തു. അങ്ങനെ നമ്മൾ ദുആക്ക് വേണ്ടിയിട്ട് ഉസ്താദ് നേതൃത്വം നൽകുന്ന ഒരു ചെറിയ കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി ഇന്നത്തെ നട്ടപ്പാതിര ഏകദേശം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ അമ്പ്രാമ്പാളയം പുണ്യമാക്കപ്പെട്ട ഈ ഒരു ദർഗയുടെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങളുമായി ക്യാപ്ചർ ചെയ്യുന്നത്. അമ്പ്രാമ്പാളയാണ് കേട്ടോ. പോയവർക്കൊക്കെ അറിയാം, ഇതാണ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്ത് അമ്പ്രാമ്പാളയം എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരുപാട് മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ദർഗയുടെ മുൻവശത്താണ് ബദർ മദീനയുടെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ തമ്പടിച്ചു കൂടിയിരിക്കുന്നത്. ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ദുആ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഏർവാടിയിലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉസ്താദ് ഇവിടെ യാസീനിന് നേതൃത്വം നൽകുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയാണ് അമ്പ്രാമ്പാളയത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കറാമത്ത് കൊണ്ട് കള്ളുകൊട്ടാരം പണിത ഈ മഹാരഥന്മാർ അന്തിയുറങ്ങുന്ന ഈ മണ്ണിൽ നമ്മൾ യാസീനിന് ഉസ്താദ് അവർകൾ നേതൃത്വം നൽകുകയാണ്. ഉസ്താദിൻ്റെ കൂടെ വന്ന ഒരുപാട് മുഹബ്ബീങ്ങൾ ഇവിടെ ആ ഒരു യാസീനിന് സശ്രദ്ധം കേട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ദുആഇനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അതിമനോഹരമായ കാഴ്ചയാണ് അമ്പ്രാമ്പാളയത്തിൽ നിന്ന് നിങ്ങളുമായി ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ദുആ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അമ്പ്രാമ്പാളയ ദർഗയിൽ നിന്ന് ദുആ എല്ലാം കഴിഞ്ഞ് ഇനി എല്ലാവരോടും സലാം പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഏർവാടിയല്ല, അടുത്ത ഡെസ്റ്റിനേഷൻ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ ആകുമ്പോഴേക്ക് അമ്പ്രാമ്പാളയത്തിൽ നിന്നും വിട്ട് സിക്കന്ദർ മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. സിക്കന്ദർ മലയിൽ മറവിട്ട് കിടക്കുന്ന വലിയ മഹാനായ ആ മഹാന്റെ ചാരത്തേക്കാണ് നമ്മൾ ഏകദേശം രാവിലെ ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് അവിടെ എത്തിപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അമ്പ്രാമ്പാളയത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് അമ്പ്രാമ്പാളയത്തിൽ നിന്നും നാളെ രാവിലെ സിക്കന്ദർ ബാദുഷ ഉപ്പാപ്പാൻ്റെ സമീപത്തേക്ക് ഇൻഷാ അല്ലാഹ് എത്തും. താൽക്കാലികം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല നാളെ മുതൽ അതിമനോഹരമായ കാഴ്ചകളുമായി ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നതാണ്. എല്ലാവരോടും സ്നേഹം മാത്രം.